മണികണ്ഠൻ എന്റെയും സാറിന്റെയും പൊതു ശത്രുവാ. അവനെ ഈ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് പുറത്താക്കേണ്ടത് എന്റെയും കൂടി ആവശ്യം. അവൻ ഇവിടെ ജോലി സ്ഥിരപ്പെട്ടാൽ എന്റെ ജോലി തെറിക്കുന്നുള്ള ഉറപ്പാ. പക്ഷെ അവന് സൂപ്രണ്ടിന്റെ പിൻബലം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പിന്നെന്താ ഒരു വഴി വല്ലതുകൊണ്ട്. നേരായ വഴിയുണ്ട്, വളഞ്ഞ വഴിയുണ്ട്, കുറുക്ക് വഴിയുണ്ട്. ഏത് വേണം? നിനക്കാവുമ്പോ വളഞ്ഞ വഴി അറിയൂ, പറ. മണികണ്ഠൻ ജോലിക്ക് കയറിയിരിക്കുന്നത് മറ്റൊരുത്തൻ ലീവ് വേക്കൻസിയില്ല. അവനെ തിരിച്ചു ജോലിയിൽ പ്രവേശിപ്പിച്ചാൽ സംഗതി ക്ലീൻ. ആരായാള്? സുവാസു. സുവാസു? ആ, സൂവിൽ ജോലി ചെയ്യുന്ന വാസു. സുവാസു. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും സുവാസു. എങ്കിൽ അയാളെ കാണണം. കാശ് എത്ര ആണേലും മുടക്കാം. കാശിലൊന്നും വീഴില്ല. ആളൊരു വട്ട് കേസാ. മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ളവനാ സുവാസു. മൃഗഭാഷയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആനമലയിലെ ആദിവാസി കോളനിലേക്ക് പോയിരിക്കായി സുവാസു. പാമ്പെന്ന് പറഞ്ഞു ഞാൻ ഒന്ന് പാടിയല്ലേ? പാടിയതാണ്. ആരടാ പാമ്പുകൾ? അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. പേടിച്ചു. ഇനി എത്ര പോണോടേ? ആ മലയുടെ നിറകെ ഒരു വെളിച്ചം കണ്ടോ? അവിടം വരെ പോണം. എന്റെ അറബി ദൈവങ്ങളെ, ഒരു കല്യാണം കഴിക്കാനുള്ള ഓരോ പരീക്ഷണങ്ങള്. എന്റെ വട്ടം പിടിക്കണേ. കുറുക്കലോലി ഇടുന്ന കേട്ടില്ലേ? എന്റെ പൊരുള് കാട്ടി പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന്. എന്റെ ദേവരെ, കൂട്ടരെ അമ്പും ബില്ലെടുക്കി. ഒന്നല്ല, രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. മീൽസിലായിരിക്കും. ദൂരെ രണ്ട് കണ്ണുകൾ കാണുന്നു. രാത്രി കാലങ്ങൾ പുലിയുടെ കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിക്കും. വിഷം പുരട്ടി. വേണ്ട പൂപ്പ, മൃഗങ്ങളെ കൊല്ലുന്ന എനിക്ക് ഇഷ്ടമല്ല. വേണമെങ്കിൽ മയക്കുമരുന്ന് പുരട്ടി അമ്പുകൾ അയച്ചു അൺകോൺഷ്യസ് ആകട്ടെ. എന്റെ കരച്ചിലല്ലേ കേട്ടത്? അത് പുലിയുടെ കരച്ചില് തന്നെ. പുലി എന്റെ അമ്മേനെ വിളിച്ച് കരയും. പുലിക്ക് വലിയ അമ്മയും പെങ്ങന്മാരും. അവരെ വിളിച്ച് കരഞ്ഞുകൂടെ? വരി, പോയി നോക്കാം. ഇവരെന്ത് ചെയ്യാൻ പോണു? മലങ്കാളിക്ക് ഗുരുതി കൊടുക്കാൻ പോകും. അയ്യോ മൂപ്പ, ഇവൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നവനാണ്. അവനെ വെറുതെ വിട്ടേക്ക്. നിർബന്ധമാണെ മറ്റവനെ തട്ടിയേക്ക്. സുവാസോട്ടാ, ഈ സാറിനോട് ഇത്തിരി കരുണ കാണിക്കണം. കരുണ കാണിക്കാൻ ഞാനൊരു കരുണാനിധിയോ? എനിക്ക് മനുഷ്യരോട് കരുണയില്ല, മൃഗങ്ങളോടെ ഉള്ളൂ. മൃഗങ്ങളോടുള്ള ക്രൂരത അറിയിക്കാൻ വന്നതാ ഞാനും ഈ സാറ്. എവിടെയാണ് ക്രൂരത? ആരാണ് മൃഗങ്ങളെ പീഡിപ്പിക്കുന്നത്? ചേട്ടന്റെ ലീവ് വേക്കൻസിയിൽ ഒരു 60കാരൻ ചാർജ് എടുത്തിട്ടുണ്ട്. ആര്? മണികണ്ഠൻ. മണി കണ്ടാലും ഇല്ലെങ്കിലും അവന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. കടുവയ്ക്കും പുലിക്കും കൊടുക്കേണ്ട ഇറച്ചി മുഴുവൻ മറിച്ചു വെക്കല അവന്റെ പണി അല്ലേ? എനിക്ക് ഉടനെ ചാർജ് എടുക്കണം. എനിക്ക് എന്റെ മൃഗമക്കളെ കാണണം. എവിടെ എന്റെ പൊന്നോമന മക്കൾ? മക്കളെ, മക്കളെ, ഞാൻ വന്നടാ. മിസ്റ്റർ മണികണ്ഠൻ, എല്ലാം കെട്ടിപ്പറക്കി പോ, റെഡി ആയിക്കോ. ഇപ്പൊ നിന്റെ മുന്നിലൂടെ ഓടിപ്പോയ ആളാരെന്നറിയോ? അതാണ് സുവാസു, ഹെഡ് കീപ്പർ. അയാളൊന്ന് ജോയിൻ ചെയ്യും, നിന്റെ ജോലി തെറിക്കുകയും ചെയ്യും. സുവാസേട്ടൻ മോനെ, എന്റെ മോനെ. ഓ, എന്റെ കളിക്കൂട്ടുകാരാ, നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. ഏത് തെണ്ടിയാടാ നിന്നെ പട്ടിണി കിട്ടത്? പറ, അവനെ പിടിച്ച് ഞാൻ നിനക്ക് തിന്നാനിട്ട് തരാം. വാസുട്ടൻ അല്ല, സുവാസു. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും സുവാസു. ചീത്തയോ? നല്ലത്. എങ്കിൽ ശരിയാണ്. നീ ആരാണ്? മണികണ്ഠൻ. സുവാസു. അതെ, എന്റെ ലീവ് വേക്കൻസി കയറിയിട്ട് എന്റെ കുഞ്ഞുങ്ങളെ പൊട്ടണിക്കിട്ട് നായിന്റെ മോ. നായി വേണ്ട, നായി നന്ദിയുള്ളതാ. മനുഷ്യന്റെ മോനെ. ചേട്ടൻ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരക്ഷരം സംസാരിക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും. നിന്നെ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കും.
ചേട്ടാ ചേട്ടന് മൃഗഭാഷ അറിയാവുന്നല്ല അവറ്റോട് ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ പൊന്നോമിനെ കുഞ്ഞുങ്ങളെ അവറ്റകളെന്ന് വിളിച്ചോ. എനിക്കിപ്പോ തന്നെ ജോയിൻ ചെയ്യാം. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ പെർമനന്റ് ആവും. നിന്നെ ഒരു നിമിഷം വെച്ചേക്കില്ല. ഞാനല്ല അവനാ. ഇവന്റെ മുതലക്കണ്ണി കണ്ടു നിൽക്കാൻ ജോയിൻ ചെയ്യും. പോയി ജോയിൻ ചെയ്യും. ഇതുപോലെ ഞങ്ങൾ നോക്കിക്കോളാം. ഇങ്ങോട്ട് മാറി സൂപ്രണ്ട് സാർ, എനിക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യണം. ഇതാ ആപ്ലിക്കേഷൻ ഫോം. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ ഈ ഇരുമ്പ് കൂട്ടിക്കിടന്ന് പട്ടിണി കൊണ്ട് പൊരിഞ്ഞ് പിടഞ്ഞ് 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 മരിക്കും. എനിക്ക് പകരം വന്ന ആ ദുഷ്ടനെ സാർ ഉടനെ പറഞ്ഞു വിടണം. ക്രൂരനാവൻ, ക്രൂരൻ. പൊട്ടിച്ചിരിക്കാതെ നിയമം നടപ്പിലാക്കൂ സാർ. തന്നെ ആരാ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആ രാജപ്പന് ഫിലിപ്പോസും ഇല്ലായിരുന്നു, ഞാൻ ഒന്നും അറിയില്ലായിരുന്നു. എങ്കിൽ കേട്ടോ, മണികണ്ഠൻ മിടുമിടുക്കനാ, മൃഗസ്നേഹിയാ. ഇറച്ചി മറച്ചു വിൽക്കാൻ ശ്രമിച്ച ഫിലിപ്പോസിനെ കയ്യോടെ പിടിച്ചു തന്നവനാ അവൻ. സത്യമാണോ സാർ? അതേടോ, ആ കൂട്ടിൽ കിടക്കുന്ന സിംഹവാലം കുരങ്ങാണ് സത്യം. വിശ്വാസമായിരിക്കും. ഇതിലും വലിയൊരു സത്യം ഇനി കേൾക്കാനില്ല. വാസോട്ട സത്യം അറിഞ്ഞടാ. കോപ്പറഞ്ഞു. സുവാസോട്ടാ, സൂപ്രണ്ട് പറഞ്ഞു ഒന്നും വിശ്വസിക്കരുത്. ഇല്ല, വിശ്വസിക്കില്ല. നിന്നെ ഒരിക്കലും. നിന്നെ കൂടി തല്ലി എന്റെ എനർജി വേസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ തല്ല് നിനക്കും കൂടി കിട്ടിയതായിട്ട് കരുതിക്കോ. മണികണ്ഠ, നമ്മളിൽ ഒരിക്കലും വേർപിരിയാൻ പോകുന്നില്ല. ആ മെന്റൽ സുവാസ് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞ് മണികണ്ഠന് ജോലിയൊന്നും പോവില്ല. മണികണ്ഠനെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഡയറക്ടർക്ക് എഴുതിയിട്ടുണ്ട്. സുവാസുവിനെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ എന്റെ കൈകൾ കൂടി ഉണ്ടെന്ന് സൂപ്രണ്ട് അറിഞ്ഞ് അന്ന് മുതൽ എന്റെ നെഞ്ച് കിലുകിലാന്ന് ഉറക്കുക. നിർത്തി, എല്ലാ പണിയും നിർത്തി. ഇല്ലെങ്കിലേ എന്റെ ഭാര്യയും പിള്ളേരും പട്ടിണിയാവും. ഫിലിപ്പോസിന് എപ്പോ വേണേലും എന്നെ പിരിഞ്ഞു പോവാം. മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഒരിക്കൽ രാജമോൻ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണെന്നല്ലേ ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയമില്ല. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണ് ഞാൻ. പിന്നെ ഞാൻ രണ്ട് തന്തയ്ക്ക് പറഞ്ഞു. പിന്നെ നീ എന്തിനാ രണ്ട് തന്തയ്ക്ക് പറഞ്ഞ വർത്താനം പറയുന്നത്? നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തണം. ഇപ്പൊ മണികണ്ഠനെ പിരിച്ചുവിടേണ്ടതാണ് നമ്മുടെ ആവശ്യം. അത് നടത്തിയേ പറ്റൂ. എങ്കിൽ ഞാൻ ഒരു കൊണസ്റ്റ് ഐഡിയ. പറ. മണികണ്ഠന്റെ ഡ്യൂട്ടി ടൈമിൽ മൃഗശാലയിൽ നിന്ന് ഒരു സിംഹോ കടുവ പുറത്തിയാടിയാൽ എന്ത് സംഭവിക്കും? അത് പലരെ ആക്രമിക്കും. അതോടെ മണികണ്ഠന്റെ ജോലി പോവോ? ഈ സംഭവം ഓക്കെയാണ്, പക്ഷെ എന്ന് തുറന്നു വിടും? തിങ്കളാഴ്ച കാഴ്ച ബംഗ്ലാവ് അവധി. അന്ന് മണികണ്ഠ കൂട് വൃത്തിയാക്കുന്ന സമയത്ത് തുറന്നു വിടാം. കുളിക്ക് മക്കളെ, കുളിക്ക് ഇടുക്കി അതെന്ത് ഭാഷയാ? ഇത് ഭാഷയാണ്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല, എനിക്കേ അറിയാവൂ. ശമ്പളം വാങ്ങിക്കുമല്ലയോ, ചിരിച്ചോണ്ട് നിൽക്കാതെ ജോലി ചെയ്യും. കല്യാണി ചെയ്യാനി? അയ്യോ, അങ്ങനെ ചോദിക്കരുത്. നിന്നെ കല്യാണം കഴിച്ചോട്ടേടി എന്നാ നീ ചോദിച്ചത്. ഊലാലി. അയ്യോ, അത് തെറിയാണ്. ആ ചപ്പ് ചവറൊക്കെ ഈ ഭാഗത്തേക്ക് നീക്കിയിട്ട് തീയിട്. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. എന്റെ അയ്യോ, കരടി ചേട്ടൻ, കരടി കണ്ടോ? പിടിച്ചു. പേടിപ്പിച്ച് കളഞ്ഞോളാം. തെണ്ടി, നീ അങ്ങോട്ട് പോയി നോക്കാം, ഞാൻ ഇങ്ങോട്ട് പോയി നോക്കാം. എന്റെ പണി പോകുമല്ലോ.
ഈ ലോറിയുടെ അടി കാണൂ? ഇല്ല. മദ്രാസ് മൈൽ എത്ര മണിക്കാ? 2 മണി. ഭാഗ്യം, ആ വണ്ടിയിൽ പോയിണ്ടാവില്ല. ആര്? കരടി. പോടാ അവിടുന്ന്. ഇനി കരടിയെ കണ്ടോന്ന് ആരോട് എങ്ങനൊന്ന് ചോദിക്കാൻ പറ്റും? അതിനൊരു വഴിയുണ്ട്. ഇവരോട് ചോദിക്കാം. ചേട്ടാ, ഇതൊരു കറുത്ത പണ്ടാറുണ്ട്, ഇങ്ങനെ നടന്നിട്ട് ഇതുവഴി പോണോ? ഭ്രാന്തന്മാരാ? പോടോ. അതും 2 കരടികളാ. മലേഷ്യ. കരടിയാണെന്ന് കരുതി അടിച്ചതാ. ഇത് മനഃപൂർവ്വ എന്റെ ഏതോ നാടകം കണ്ട് എന്നോട് പ്രതികാരം തീർക്കാൻ വന്നല്ലേ നിങ്ങൾ? നാടകാരന് അഭിനയിക്കുക അല്ല, മേക്കപ്പ് മാൻ, വിശ്വപ്രസിദ്ധനായ മേക്കപ്പ് മാൻ സുന്ദരൻ ആർപ്പൂക്കര. നിങ്ങളോ? ഞങ്ങൾ നാളെ രാവിലെ പ്രസിദ്ധരാകും. കരടി ചാടിപ്പോയ കുറ്റത്തിന് കുറ്റവാളികളാണല്ലേ? അതെ. ഒരു ഭാഗത്തേരിക്കാം. കുറ്റവാളികൾക്കൊക്കെ ഇപ്പൊ എന്താ സ്വീകരണം? കാരണന്മാര് പറഞ്ഞു കേട്ടില്ലേ? ഇല്ല. കട്ടവന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുകയെന്ന്. ആ. അതാ എത്രയ്ക്ക് സ്വീകരണം. വരൂ, അകത്തേരിക്കാം.